ബ്രഹ്മയുഗം ഏജ് ഓഫ് മാഡ്നസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമ്മൾ ആദ്യമായിട്ട് തിയേറ്ററിൽ അതായത് ഈ ഒരു ജനറേഷനുള്ള ആൾക്കാർ ആദ്യമായിട്ട് മലയാളത്തിലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കാണാൻ പോകുന്നത് ഇതായിരിക്കും. ട്രെയിലർ വന്നിട്ടുണ്ട്. ട്രെയിലർ റിയാക്ഷൻ വീഡിയോ ആണ്. ഞാൻ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല, കാരണം ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായതുകൊണ്ട് തന്നെ ഇനി പ്രത്യേകിച്ച് ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. നേരെ ട്രെയിലർ റിയാക്ഷനിലേക്ക് പോകുന്നു. ട്രെയിലർ എങ്ങനെ ഉണ്ടെന്ന് നോക്കും. നമുക്ക് നേരെ ട്രെയിലർ റിയാക്ഷനിലേക്ക് പോകാം. എന്ത് സാധനമാണത്? കാലം വിരസതയുടെ പ്രളയത്തിൽപ്പെട്ട് ഇത് കരിക്കള്, ഇത് രണ്ടും പകട്. എറിയുമ്പോൾ വീണെല്ലാം നോക്കി കരു നീക്കണം. ആദ്യം ഇവിടെ കരുവത്തുന്ന ആൾ ജയിക്കും. ഒക്കെ ഭാഗം പോലെയാണ്. ഇത് കരിക്കള്, ഇത് രണ്ടും പകട്. എറിയുമ്പോൾ വീണെല്ലാം നോക്കി കരു നീക്കണം. ആദ്യം ഇവിടെ കരുവത്തുന്ന ആൾ ജയിക്കും. ഒക്കെ ഭാഗം പോലെയാണ്. നിനക്ക് 2 തവണ വിധി പണയം വെച്ച് കളിക്കാൻ പറ്റില്ല. ഇത് കരിക്കള്, ഇത് രണ്ടും പകട്. ഒക്കെ ഭാഗം പോലെയൊക്കെ ഇത് കരിക്കള്, ഇത് രണ്ടും പകട്. ഇത് കരിക്കള്, 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 ഇത് കരിക്കള്. ഇത് ഭ്രമയുഗ കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം. ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ ഇല്ലെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതൊരു മാസ്റ്റർ പീസ് ഐറ്റം ആവും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം എവരി ഷോട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കൂടെ എല്ലാ ഷോട്ടിനും ഓരോ ബ്യൂട്ടി ഉണ്ട്. അതേപോലെ ഒരു ഫസ്റ്റിലെ അർജുൻ അശോകനെ കാണിക്കുന്ന സമയത്തൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്. അതായത് ഈച്ച പറക്കുന്നതും മൊത്തത്തിലൊരു ഒരു നെഗറ്റീവ് എനർജി കൊടുക്കുന്ന ഒരു മ്യൂസിക്, ഒരു രക്ഷയില്ല. അതേപോലെ 3 പേരെ കാണിച്ചിട്ടുള്ള സിദ്ധാർത്ഥ് ഭരതൻ, മമ്മൂക്ക, അർജുൻ അശോകൻ, ഈ 3 പേരുടെ പെർഫോമൻസാണ് ഇങ്ങനെ ഈ ലെവൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒപ്പത്തിനൊപ്പം നിൽക്കും. പക്ഷേ മമ്മൂക്ക ഒരു 2 സ്റ്റെപ്പ് മേളിൽ നിൽക്കും. പക്ഷേ അത് പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അങ്ങ് ആറാടുകയാണ് അതിനകത്ത്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എക്സ്പീരിയൻസ് തിയേറ്ററിൽ കാണുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഒരു ഔട്ട്പുട്ട് കിട്ടുക എന്നുള്ളത് ഞാനിങ്ങനെ കാത്തിരിക്കുന്ന സാധനമാണ്. പക്ഷേ ഈ ഒരു ട്രെയിലർ കണ്ട സമയത്ത് അത് തകർക്കും. ഇതൊരു അടാറ് ഹൊറർ സിനിമയായിരിക്കും. ഇതിനകത്ത് ഹൊറർ പ്ലസ് ടൈം ലൂപ്പ് ആവാനാണ് ചാൻസ്. കാരണം അർജുൻ അശോകൻ പറയുന്ന ആ ഒരു ഡയലോഗ് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ടൈം ലൂപ്പ് സാധനം വരാനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. രാഹുൽ സദാശിവൻ ഒരു രക്ഷയില്ലാത്ത ട്രെയിലറാണ് തന്നിരിക്കുന്നത്. ഫൈനലി ആ ഒരു ട്രെയിലർ കാണുന്ന സമയത്ത് ഓരോ സീൻ കഴിയുമ്പോൾ ഓക്കെ ഇതെന്താണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് അവസാനം മമ്മൂക്കിയുടെ ചിരിയുണ്ട്. എൻ്റെ ഒരു രക്ഷയില്ലാത്ത ചിരി. പുള്ളി ഇത് ഉള്ളിൽ നിന്ന് വരിക, ഇങ്ങനെ ക്യാരക്ടറാകുക ഇങ്ങനെയുള്ള, അതായത് കുറച്ച് നെഗറ്റീവ് ഷെയ്ഡുള്ള
കുറച്ച് എന്താണ് ഒരു പണ്ടത്തെ തറവാട്ടിലെ ഒരു കാർണവർ എന്നുള്ള സെറ്റപ്പൊക്കെ മമ്മൂക്കയ്ക്ക് ഇപ്പോൾ കൊടുത്താലും മമ്മൂക്ക അത് ഭയങ്കര ഭംഗിയായിട്ട് തന്നെ ചെയ്യും. ഇതിനകത്ത് ആ ഒരു റോൾ ഇനി വേറെ ആര് ചെയ്താലും വേറെ ആരെ കൊണ്ടും പറ്റില്ല. അത് മമ്മൂക്കയ്ക്കായിട്ട് എഴുതി വെച്ചേക്കുന്ന റോളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും സിനിമ വരട്ടെ. സിനിമ വരുന്ന സമയത്ത് ഇതൊരു റൈറ്റ് ആവാനാണ് ചാൻസ്. പക്ഷേ മലൈക്കോട്ടെ ബാലുവൻ പോലെ തന്നെ എല്ലാവർക്കും എവരി വൺസ് കപ്പ് ഓഫ് ടീ ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സിനിമ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകൾക്ക് ഈ സിനിമ ഗംഭീരമായി ഇഷ്ടപ്പെടും. ഒരു ക്ലാസിക് സിനിമ, പുതിയ തലമുറയിലൊരു ന്യൂ ഏജിലെ ക്ലാസിക് സിനിമ എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റുന്നൊരു സിനിമയായിട്ട് ഇത് മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഫെബ്രുവരി 15 സിനിമ റിലീസാവും. ഈ സിനിമ കണ്ടില്ലെങ്കിൽ അതൊരു വലിയ നഷ്ടമായിരിക്കും തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും സിനിമ വരട്ടെ. സിനിമ കാണുമ്പോൾ റിവ്യൂ ചെയ്യാം. എന്തായാലും ട്രെയിലർ അടിപൊളിയാണ്, ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ വീഡിയോ എൻ്റെ ചെയ്യണം. ബൈ.